നല്ല മഴയുള്ള ദിവസമാണ്. അപ്പോൾ രാവിലെ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു. എന്നോട് ചോദിച്ചു, മാഷെ ഞാൻ ഷോപ്പിൽ പോകുന്നുണ്ട്, മോൾക്ക് പറ്റിയൊരു 2 പുസ്തകം സജസ്റ്റ് ചെയ്യും, അവളൊന്ന് വായിച്ച് തുടങ്ങട്ടെ. അപ്പോൾ ഞാനൊരു 1-2 പുസ്തകങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം ഇന്ന് ഷോപ്പിൽ പോയിട്ടത് വാങ്ങിക്കും. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, എന്നാൽ പിന്നെ തുടക്കക്കാർക്ക് പറ്റിയ കുറച്ച് പുസ്തകങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ചെയ്താലെന്താണ്. അപ്പോൾ അതാണിപ്പോൾ ഞാൻ ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇതാണ് എൻ്റെ പേഴ്സണൽ ലൈബ്രറി. ഇപ്പോൾ പ്രിൻ്റ് കിട്ടാത്തത് അല്ലെങ്കിൽ പൊതുവെ മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്ത പുസ്തകങ്ങളൊക്കെയാണ് ഇപ്പോൾ എൻ്റെ ലൈബ്രറിയിലുള്ളത്. ഷോപ്പിലുള്ളതുകൊണ്ട് തന്നെ പുതിയ പുസ്തകങ്ങളൊക്കെ ഞാൻ ഷോപ്പിൽ നിന്ന് തന്നെ വായിക്കാറാണ് പതിവ്. അതിനിപ്പോൾ കുറച്ച് കുറവാണ്. ഞാൻ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഏതൊക്കെ പുസ്തകങ്ങളാണ് നിങ്ങളുടെ കുട്ടികൾക്ക് വായിച്ചു തുടങ്ങാൻ വേണ്ടി നിങ്ങൾക്ക് നിർദ്ദേശിക്കാവുന്നത് എന്നുള്ള അഭിപ്രായം മാത്രം, എൻ്റെ മാത്രം അഭിപ്രായത്തിലുള്ള ചില പുസ്തകങ്ങളാണിത്. ആദ്യമായിട്ട് ഞാൻ പറയുന്നത് മുട്ടത്ത് വർക്കിയുടെ ഒരു കുടയും കുഞ്ഞു പെങ്ങളുമാണ്. 60 മുകളിൽ പതിപ്പുകളിറങ്ങിയ പുസ്തകമാണ്. ബേബിയുടെയും കുഞ്ഞിപ്പെങ്ങൾ ലില്ലിയുടെയും കഥ പറയുന്ന മനോഹരമായ പുസ്തകം. പിന്നീട് ഞാൻ പറയുന്നത് 20ഓളം ബാലസാഹിത്യ കൃതികൾ എഴുതിയിട്ടുള്ള KV രാമനാഥൻ്റെ അത്ഭുത വാനരന്മാരാണ്. വിനോദയാത്ര സംഘത്തിലെ അപ്പുക്കുട്ടനും ഗോപിയും വഴിതെറ്റിയിട്ട് കാട്ടിൽ ഒരു കോട്ടയിലെത്തുന്നതും അവിടുത്തെ ഒരു ശാസ്ത്രജ്ഞൻ ഡോക്ടർ റാണ അവരെ പരീക്ഷണത്തിന് വിധേയരാക്കിയിട്ട് കുരങ്ങിൻ്റെ ആത്മാവിനെ അവരുടെ ശരീരത്തിൽ കയറ്റിവിടുന്നതുമായ അവിടുന്ന് രക്ഷപ്പെട്ട് കുട്ടികൾ നാട്ടിലെത്തുന്നതുമായ കഥ പറയുന്ന അത്ഭുത വാനരന്മാർ നിങ്ങളുടെ കുട്ടികൾക്ക് സജസ്റ്റ് ചെയ്യാവുന്ന പുസ്തകമാണ്. മാലിയെ പരിചയപ്പെടുത്തേണ്ടതില്ല. മുതിർന്നവർ ഒരു 70കളിലും 80കളിലൊക്കെ ജനിച്ചവർ ഉപപാഠ പുസ്തകമായിട്ട് സർക്കസും പോരാട്ടവും വായിച്ചിട്ടുണ്ടായിരുന്നു. മാലിയുടെ 7ാം ക്ലാസ്സിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അതിൽപ്പെട്ട സർക്കസ് പോരാട്ടം നല്ല പുസ്തകം തന്നെയാണ്. പിന്നെ മാലി ഭാഗവതം, മാലി രാമായണം, മാലി ഭാരതം, ഇങ്ങനെ കുറേയേറെ പുസ്തകങ്ങൾ മാലിയുടേതായിട്ടുണ്ട്. വി മാധവൻ നായർ എന്ന മാലിയുടേതായിട്ട് കുറേയേറെ ഉണ്ട്. മൃഗങ്ങൾ മാത്രം നടത്തുന്ന ഒരു സർക്കസിൻ്റെ കഥ പറയുന്ന മാലിയുടെ സർക്കസ് കുട്ടികൾക്ക് വായിക്കാൻ പറ്റിയ പുസ്തകമാണ്. നന്ദനാരുടെ ഉണ്ണിക്കുട്ടൻ്റെ ലോകം. ഉണ്ണിക്കുട്ടൻ്റെ ഒരു ദിവസം, ഉണ്ണിക്കുട്ടൻ സ്കൂളിൽ, ഉണ്ണിക്കുട്ടൻ വരുന്നു എന്ന് പറഞ്ഞ 3 കൃതികൾ അടങ്ങിയ പുസ്തകമാണ്. ഒരു ചെറിയ കുട്ടിയുടെ സ്കൂൾ ജീവിതവും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന മനോഹരമായ ഒരു പുസ്തകം. ബഷീറിയൻ സാഹിത്യം മലയാളത്തിൽ എല്ലാ കാലത്തും ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന എഴുത്തുകാരൻ തീർച്ചയായിട്ടും ബഷീർ തന്നെയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിച്ച് വായിക്കാൻ പറ്റിയ പുസ്തകമാണ്, അല്ലെങ്കിൽ പുസ്തകങ്ങളാണ് ബഷീറിൻ്റെ. ഇവിടെ ഞാൻ പറയുന്നതിൽ ഏറ്റവും ചെറിയ പുസ്തകങ്ങളൊന്നായ ആനവാരിയും പൊൻകുരിശുമാണ്. കുട്ടികൾക്ക് ആസ്വദിച്ച് വായിക്കാം, അതുപോലെ തന്നെ മുതിർന്നവർക്കും. ഇനി മുതിർന്നവർക്ക് വായന തുടങ്ങാൻ പറ്റിയ ഒരു 3-4 പുസ്തകം കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കും. ഇതിൽ പ്രഥമ സ്ഥാനത്ത് വരുന്നത് അറേബ്യയിലെ മലയാളികളുടെ അടിമജീവിതത്തിൻ്റെ, പ്രവാസികളുടെ അടിമജീവിതത്തിൻ്റെ കഥ പറയുന്ന നജീബിൻ്റെ കഥ പറയുന്ന ആടുജീവിതം. 2 ലക്ഷത്തിൽ കൂടുതൽ കോപ്പികൾ വിറ്റഴിഞ്ഞ ആടുജീവിതം. ഒരു പുസ്തകം 5 പേര് മിനിമം വായിച്ചു എന്ന് കൂട്ടുകയാണെങ്കിൽ പോലും 1 കോടി ആൾക്കാർ വായിച്ചിട്ടുള്ള പുസ്തകമായിരിക്കും ബെന്യാമിൻ്റെ ആടുജീവിതം. അതെല്ലാം അതിൽ എത്രയോ കൂടുതൽ വായിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആടുജീവിതം വായിക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല എന്ന് തന്നെ പറയും. അപ്പം ഇനിയും വായിക്കാത്തവരാണെങ്കിൽ വായന തുടങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല പുസ്തകങ്ങളൊന്നാണ് ബെന്യാമിൻ്റെ ആടുജീവിതം. സ്വാതന്ത്ര്യം കിട്ടി 1 വർഷത്തിന് ശേഷം 1948 SK പൊറ്റക്കാട് എഴുതിയ വിശകന്യ, മലബാറിലേക്കുള്ള കുടിയേറ്റത്തിൻ്റെ കഥ പറയുന്ന പുസ്തകമാണ്. അന്നത്തെ മലബാറിൻ്റെ ചരിത്രം മനസ്സിലാക്കാനും തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലേക്ക് ഉണ്ടായിട്ടുള്ള കുടിയേറ്റത്തിൻ്റെയും കഥ പറയുന്ന മനോഹരമായ ഒരു പുസ്തകമാണ്. വായിച്ചു തുടങ്ങുന്നവർക്ക് തീർച്ചയായിട്ടും ഞാൻ നിർദ്ദേശിക്കുന്ന പുസ്തകങ്ങൾ അടുത്തത് വിശകന്യയായിരിക്കും.
മാധവിക്കുട്ടിയുടെ ആത്മകഥയായ എൻ്റെ കഥ സാഹിത്യത്തിൽ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചെന്ന് വേണമെങ്കിൽ പറയാം. നിരുപാധിക സ്വാതന്ത്ര്യത്തെ വളരെ വ്യക്തമായിട്ട് മലയാളികൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീ എഴുത്തിൽ പരിചയപ്പെടുത്തിയ ആളാണ് മാധവിക്കുട്ടി. മാധവിക്കുട്ടിയുടെ ആത്മകഥ തീർച്ചയായിട്ടും നിങ്ങളെ വായന തുടങ്ങാൻ സഹായിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഇതും 1958 എഴുതിയാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച MT വാസുദേവൻ നായരുടെ നാലുകെട്ട്. കാലവും രണ്ടാം മുഴുവൻ ഒക്കെ ഉണ്ടെങ്കിൽ പോലും അപ്പുണ്ണിയുടെ ജീവിതം പറയുന്ന നാലുകെട്ട് തീർച്ചയായിട്ടും MTയെ അടുത്തറിയാൻ ഒരു പുതിയ വായനക്കാരനെന്ന നിലയ്ക്ക് നിങ്ങൾക്ക് സാധിക്കും. ഇത്രയും പുസ്തകങ്ങളാണ് ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തുന്നത്.